സംസ്ഥാനത്ത് ശമ്പളം, പെൻഷൻ, ക്ഷേമ പെൻഷൻ എന്നിവ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾക്ക് വളരെയേറെ സന്തോഷകരമായ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് 5 മാസത്തെ കുടിശ്ശികയായ 8000 രൂപയാണ് ഇപ്പോൾ കുടിശ്ശികയായി നിലനിൽക്കുന്നത്. ഇതിൽ 2 മാസത്തെ പെൻഷൻ തുകയെങ്കിലും വിതരണം ചെയ്യുമെന്ന് സംസ്ഥാനം നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. പെൻഷൻ തുക വിതരണത്തിനും മറ്റു ആനുകൂല്യങ്ങൾക്കുമായി സംസ്ഥാനം കേന്ദ്രത്തോട് ആവശ്യപ്പെട്ട വായ്പാ തുകയിൽ ഒരു ഭാഗം കേന്ദ്രം അനുവദിച്ചു കൊടുത്തു. ഈ തുക തികയാതെ വരുന്ന സാഹചര്യത്തിലാണ് സഹകരണ ബാങ്കുകളിൽ നിന്ന് സംസ്ഥാന സർക്കാർ വായ്പയെടുക്കുവാനായി തീരുമാനിച്ചിരിക്കുന്നത്. ഇത് സംബന്ധിച്ചിട്ടുള്ള ഉത്തരവ് സർക്കാർ പുറത്തിറക്കി. ഇതോടൊപ്പം തന്നെ KSRTCക്ക് 30 കോടി സർക്കാർ സഹായമായി അനുവദിച്ചു എന്നുള്ള വാർത്തയും കൂടി പുറത്തു വരുന്നുണ്ട്. ജീവനക്കാരുടെ ശമ്പളവും പെൻഷനും കൃത്യമായി മുടങ്ങാതിരിക്കുവാൻ വേണ്ടിയാണ് സർക്കാർ KSRTCക്ക് സഹായം നൽകുന്നത്. ഇതോടൊപ്പം തന്നെ സാമൂഹിക സുരക്ഷാ പെൻഷനിൽ മെയ് മാസത്തിൽ വലിയ മാറ്റമാണ് സർക്കാർ കൊണ്ടുവരാൻ പോകുന്നത്. ഏറ്റവും അർഹതപ്പെട്ട ഗുണഭോക്താക്കൾക്ക് പെൻഷൻ തുക ലഭിക്കുന്നതിനായി ഏറ്റവും പുതിയ വിതരണ ലിസ്റ്റ് തയ്യാറാക്കും. അനർഹമായി പെൻഷൻ തുക കൈപ്പറ്റുന്നവരെ കണ്ടെത്തുവാൻ വേണ്ടിയാണ് മസ്റ്ററിംഗ് നിർബന്ധമാക്കിയത്. അടുത്ത മാസം തന്നെ വീടുകളിലെത്തി കർശനമാക്കുവാനാണ് സർക്കാരിൻ്റെ തീരുമാനം. അതോടൊപ്പം തന്നെ മെയ് ആദ്യവാരം പെൻഷൻ തുക വിതരണം എല്ലാവരുടെയും കൈകളിലോ അക്കൗണ്ടുകളിലോ എത്തിച്ചേരുന്നതായിരിക്കും. കൂടുതൽ പെൻഷനുമായുള്ള വാർത്തകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക.